നമസ്കാരം. 10-ാമിടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസം 21 മുതൽ ജൂൺ മാസം 27 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 22-ാം തീയതി പകൽ ബുധൻ കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുന്നു. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതി, അതായത് ആദ്യത്തെ 3-3.5 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളാണ് മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ വരുന്നത്. തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പരീക്ഷ എഴുതുകയോ അഭിമുഖം നടത്തുകയോ അതായത് അഭിമുഖത്തിൽ പങ്കെടുക്കുകയോ ചെയ്യുന്ന ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ അതിൽ നിന്ന് ഗുണാനുഭവങ്ങൾ, അതായത് വിജയത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പഠന സംബന്ധമായ കാര്യങ്ങളിലും ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലുമൊക്കെ പരീക്ഷകളിലോ അല്ലെങ്കിൽ മത്സര ഓട്ടങ്ങളിലോ ഒക്കെ തന്നെ അവർക്ക് വിജയം വരിക്കാൻ സാധിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളിലാണ് കൂടുതലായിട്ടത് കാണുന്നത്. അത് പുതുതായി ജോലി കിട്ടുന്ന വ്യക്തികൾക്ക് മാത്രമല്ല, ജോലിയിൽ ഇരിക്കെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രൊമോഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരീക്ഷയോ ഒക്കെ എഴുതേണ്ടി വരുന്നവർക്ക് അതിൽ നിന്ന് ഗുണവും ആനുകൂല്യവും കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അത് പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ അവർക്ക് ലഭിക്കുന്നതായി കാണുന്നു. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവർക്ക് സന്തോഷം കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ രണ്ടാമത്തെ പകുതിയിൽ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളും എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ദൂരയാത്ര നടത്തി വിവാഹമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളും എന്ന് കാണുന്നുണ്ട്. അതുപോലെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സമോ പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഴ്ചയിൽ അത് കൂടുതൽ ഗുണകരമായിട്ട് വരുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ തങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി നീങ്ങുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ യാത്ര കൊണ്ട് ഗുണം കാണുന്നു. യാത്രയിൽ കഴിഞ്ഞ ആഴ്ചയോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ ഒക്കെ ഒരു യാത്ര നടത്തി അതിൻ്റെ ലക്ഷ്യം സാധൂകരിക്കാൻ സാധിക്കാതെ ഇരുന്ന മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച അത്തരം അനുഭവങ്ങൾ ഉണ്ടാകില്ല. അത് സാധിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ വിദേശവുമായി പഠന സംബന്ധമായോ ജോലി സംബന്ധമായോ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെന്തെങ്കിലും തടസ്സമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ, ഒഫീഷ്യൽ സംബന്ധമായ തടസ്സമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ അതിന് മാറ്റം വരുന്നു. അനുകൂലമായ മാറ്റമാണ്, പോകാൻ സാധിക്കുന്നതായി കാണുന്നു. ഇനി മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദേശത്ത് എന്തെങ്കിലും പ്രോബ്ലമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ, അതായത് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ അവിടുത്തെ താമസ സംബന്ധമായോ അവിടെ സ്ഥിരമായി അവിടുത്തെ പൗരത്വം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു മാറ്റം വരുന്നതായി കാണുന്നു. ഇതെല്ലാം അനുകൂലമായ മാറ്റങ്ങളാണ്. ആഴ്ചയുടെ ആദ്യ പകുതി മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. ഒരു കാരണവുമില്ലാതെ മനസ്സിൽ ചിലപ്പോൾ ദുഃഖമോ പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യത. ചിലർക്കെങ്കിലും അവരുടെ സന്താനങ്ങളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നം, സന്താനങ്ങൾക്ക് കണ്ണ്, മൂക്ക് അതുപോലുള്ള മുഖ രോഗങ്ങൾ വരാൻ സാധ്യത കാണുന്നു. ജലദോഷ സംബന്ധമായ ജലജന്യമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും അവരുടെ രോഗാവസ്ഥ പ്രധാനമായും ശ്രദ്ധിക്കണം. പ്രായഭേദമന്യേ അവർക്ക് വരാൻ സാധ്യതയുള്ളത് നയനവുമായി ബന്ധപ്പെട്ടും ഹൃദയവുമായി ബന്ധപ്പെട്ടും ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ എന്തെങ്കിലും അസ്വസ്ഥതകളാകാം. എന്നാൽ പ്രായക്കൂടുതലുള്ള മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഹൃദയ സംബന്ധമായോ ഞരമ്പ് സംബന്ധമായോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ആഴ്ചയുടെ ആദ്യ പകുതിക്ക് ശേഷം ഇവർക്ക് ആഴ്ചയുടെ ആദ്യത്തെ ഒരു 3 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് പൊതുവെ സാമ്പത്തികമായ ഗുണമാണ് പ്രധാനമായും കാണുന്നത്. അതുപോലെ കാര്യസാധ്യവും കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ അല്ലെങ്കിൽ എഴുത്തു പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഉദ്യോഗ സംബന്ധമായ കാര്യങ്ങളിൽ അഭിമുഖമോ പരീക്ഷയോ നേരിടേണ്ടി വരുന്നെങ്കിൽ അവിടെയൊക്കെ വിജയവും അവിടെയൊക്കെ അനുകൂലമായ നീക്കങ്ങളും ഉണ്ടാകുന്നതായി കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ഇവർക്ക് പണം വരാനുള്ള സാധ്യതയുണ്ട്. നട്ടെല്ല് സംബന്ധമായ എന്തെങ്കിലും അവശതയും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യത. പ്രത്യേകിച്ചും മേടക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവരുടെ മാതാവിനോ ഭാര്യയ്ക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ മകൾക്കോ സ്ത്രീ സുഹൃത്തിനോ ഒക്കെ ദോഷം വരാനുള്ള സാധ്യത കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 സായാഹ്നം 3:45 കഴിഞ്ഞ് 22, 23, 24, 25, 26 ഉച്ചവരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളായി കാണുന്നു. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആദ്യത്തെ ദിവസം മാതാവിൻ്റെ
കൂടെ യാത്ര ചെയ്യുന്നതായും മാതാവിൻ്റെ തറവാട്ട് വീട്ടിലൊക്കെ പോകുന്നതായും കാണുന്നുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വൈമുഖ്യം, പ്രത്യേകിച്ച് ചില ആളുകളോട് സംസാരിക്കുവാനോ മീറ്റിങ്ങിൽ പങ്കെടുക്കാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വൈമുഖ്യമുള്ള ഒരവസ്ഥയ്ക്ക് ഈ തുടക്ക ദിവസം ഒരു മാറ്റം വരുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും അവർക്ക് ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിലും അതുപോലെ അവരുടെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടായിരുന്നത് തുറന്നു പറയാൻ തക്കവണ്ണമുള്ള മടി ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് തുടക്ക ദിവസം ഞായറാഴ്ചയായതിനാൽ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒക്കെ പോയിരുന്ന അത്തരം കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള ഒരു മനോധൈര്യം വരുന്നതായിട്ട് കാണുന്നു ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. അതുപോലെ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മേലധികാരികളുമായിട്ട് ഓഫീസ് അവേഴ്സിന് ശേഷമാണ് ഈ പറയുന്നത്. ഓഫീസ് അവേഴ്സിന് ശേഷം പോയി കാണാനോ തങ്ങൾക്കുണ്ടായ പിഴവുകൾ പരിഹരിക്കാൻ തക്കവണ്ണമുള്ള ചില ചർച്ചകൾ നടത്താനോ ഒക്കെ സാധിക്കുന്നതായി കാണുന്നു. പുതിയ വാഹനം വാങ്ങുകയോ അല്ലെങ്കിൽ നിലവിലുള്ള വാഹനത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. മാതാവിൻ്റെ തറവാട്ട് വീട്ടിൽ പോവുകയും തറവാടുമായി ബന്ധപ്പെട്ട് മനസ്സന്തോഷം ലഭിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതായി കാണുന്നു. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ കുറച്ച് കുറവ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വീട് ഭാഗം വയ്ക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ വീടിൻ്റെ ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ഗുണം കിട്ടുന്ന കാര്യത്തിലോ ഇടവക്കൂറുകാർക്ക് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ സാധ്യമായി കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരുടെ സന്താനങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമാകുന്നു എന്നതാണ്. അതുപോലെ അവരുടെ വൈദേശികമായ പഠന സംബന്ധമായ കാര്യങ്ങളിലും അവിടെ ജോലി ലഭിക്കുന്ന കാര്യത്തിലുമൊക്കെ ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ അടുത്ത ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മക്കൾക്കോ ഒക്കെ അത്തരം കാര്യങ്ങളിൽ ഒരുപാട് ഗുണമുണ്ടാകുന്നതായി കാണുന്നു. ഒരുപക്ഷെ ഈ വ്യക്തികൾക്ക്, അതായത് ഈ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ മക്കളുടെ സ്ഥാനത്തുള്ള വ്യക്തിയായാലും ശരി, സഹോദരങ്ങളുടെ മക്കളുടെ സ്ഥാനത്തോ സുഹൃത്തുക്കളുടെ മക്കളുടെ സ്ഥാനത്തോ ഒക്കെ ഉള്ള വ്യക്തികളുമായി അത്രമാത്രം അടുപ്പമുള്ളവരുടെ കാര്യമാണ് പ്രധാനമായും പറയുന്നത്. അതിൽ ഇവർക്ക് കൂടി വൈകാരികമായ ഒരു പങ്കുകൊള്ളൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഗുണത്തിൽ ഇവർക്ക് മനസ്സന്തോഷം ലഭിക്കുന്നതായി കാണുന്നു. ചില ശത്രുക്കൾ അവരുടെ ആ ശത്രുതാ മനോഭാവമൊക്കെ കൈവെടിഞ്ഞ് ഇവരുമായി അടുക്കാൻ തീരുമാനിക്കുന്നു, പ്രത്യേകിച്ചും ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ. അതുപോലെ സാമ്പത്തികമായ എന്തെങ്കിലുമൊക്കെ വായ്പയ്ക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ അത് അത്തരം ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവർക്ക് അനുവദിച്ച് കിട്ടുന്നതായും കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനം, രോഗമുക്തി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഉദരസംബന്ധമായ രോഗമുണ്ടായിരുന്നെങ്കിൽ അതിനൊരു ആശ്വാസം കിട്ടുന്നതായി കാണുന്നു. മാതാവിൻ്റെ രോഗത്തിനും അവശത മാറുന്നതായി കാണുന്നുണ്ട്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം ദോഷം എന്ന് പറയാവുന്നത് ഈ പറയുന്ന 4-ാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് സംഭവിക്കാവുന്ന ഒരു വലിയ ദോഷം അനാമത്തായിട്ട് ആരെയും വിശ്വസിച്ച് പണം അങ്ങ് കൊടുത്തേക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വസ്തുവകകൾ അമിത പണം കൊടുത്ത് ഇവർക്ക് സ്വീകരിക്കേണ്ടി വരുന്നതായി കാണുന്നു. ആ വിധത്തിൽ ഇവരെ ചിലരെങ്കിലും കബളിപ്പിക്കുമെന്ന് കാണുന്നു. ശാരീരികമായ പ്രശ്നം പ്രധാനമായും ഇവർക്ക് വരാൻ സാധ്യത ഇവരുടെ ശ്വാസകോശ സംബന്ധമായ ഭാഗങ്ങളാണ്. ചുമയോ ആസ്മയോ ഉള്ളവർക്ക് അത് വർദ്ധിക്കാനിടയുണ്ട്. അതുപോലെ ശ്വാസതടസ്സം, തൊണ്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25, 26, 27 തീയതികൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ചില യാത്രകൾ നടത്തേണ്ടി വരുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിൽ, അതായത് ഈ ഒരാഴ്ചയുടെ ഫലം പറയുമ്പോൾ ഞായറാഴ്ച തൊട്ട് തുടങ്ങുന്നതുകൊണ്ട് ഞായറാഴ്ച ചിലപ്പോൾ ചില പ്രത്യേക യാത്ര ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സഹോദരങ്ങളുമായി ചേർന്നോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുമായി ചേർന്നോ ചില പുതിയ സംരംഭങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ആണ് ഈ യാത്ര ചെയ്യേണ്ടി വരുന്നതായി കാണുന്നത്. അതുപോലെ തൊഴിൽ സംബന്ധമായ ചില തർക്കങ്ങൾ പരിഹരിക്കുന്നതായിട്ടും കാണുന്നു. തങ്ങളുടെ താമസ സ്ഥലത്തോ അല്ലെങ്കിൽ ഓഫീസിൽ തന്നെ ഇവർക്ക് സ്വകാര്യമായി ഇരിക്കാൻ സാധിക്കുന്ന സ്ഥലത്തോ ഒക്കെ ഇരുന്ന് അത്തരം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പോകുന്നതായി കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് കൂടുതൽ ഗുണകരമായി കാണുന്നത്. പ്രത്യേകിച്ചും ആദ്യത്തെ ദിവസവും അവസാനത്തെ 2-2.25 ദിവസവും വളരെ ഗുണകരമാണ് മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം. പ്രധാനമായും അവരുടെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾക്ക് ജീവൻ വയ്ക്കുന്നു ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ. അതുപോലെ ഇവർക്ക് ലഭിക്കാൻ ഇടയുണ്ടായിരുന്ന ധനം
അത് തങ്ങളുടെ കർമ്മരംഗത്തു നിന്ന് കിട്ടേണ്ടതാണെങ്കിലും അതല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പോയിട്ട് തരാതിരുന്നത് തിരിച്ചു കിട്ടാനുമൊക്കെയുള്ള യോഗം ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നു. എന്തായാലും സാമ്പത്തികം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഇവർക്ക് അനുഗ്രഹമായി വരുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ വീട്ടിലെ ഫർണിച്ചറോ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഇവർക്ക് ഒന്നുകിൽ സമ്മാനമായി ലഭിക്കാം, അല്ലെങ്കിൽ അത് വില കൊടുത്ത് വാങ്ങാൻ തക്കവണ്ണമുള്ള ഒരു സാമ്പത്തിക അന്തരീക്ഷം ഇതിനൊക്കെ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകുമെന്ന് കാണുന്നു. തലയുടെ പിൻവശവും തോളലിൻ്റെ ഭാഗത്തുമൊക്കെ വേദനയുണ്ടാകാനോ മുറിവുണ്ടാകാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും ഉയർന്ന സ്ഥലങ്ങളിൽ പടികൾ കയറി പോകുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധ വേണം. വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സഹോദരന്മാരുമൊത്ത് ചില പുതിയ സംരംഭങ്ങളുടെ കാര്യം തുടക്കത്തിലേ പറഞ്ഞു. അത് ആഴ്ചയുടെ ആദ്യ ദിവസം വളരെ സ്മൂത്തായി പോകുമെങ്കിലും, വളരെ കുഴപ്പമൊന്നുമില്ലാതെ പോകുമെങ്കിലും ആഴ്ചയുടെ ആദ്യ പകുതി തുടങ്ങുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടപെടുന്ന ആളുകൾ അവരുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ എന്ന് പറയുന്നു. ചിലപ്പോൾ ഈ കലഹം നീണ്ടുപോയേക്കാനും മാനസിക വിഷമം ഉണ്ടാക്കാനും മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മനോവിഷമം ഉണ്ടാക്കാനുമൊക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ വേറെ നല്ല ദിവസങ്ങൾ ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 21 സായാഹ്നം 3:45 വരെയും ശേഷം 26 ഉച്ചകഴിഞ്ഞ് 27 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ആദ്യ ദിവസത്തിൽ അത്ര തൃപ്തികരമല്ല ഇവർക്ക്. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങൾ ഗുണകരമായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ഇവർക്ക് ധനപരമായി നേട്ടമുണ്ടെങ്കിലും സന്താനങ്ങളെ ചൊല്ലി എന്തെങ്കിലും മനോവിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസം ചിലപ്പോൾ വീടിന് അടുത്തുള്ള, അതായത് തൊട്ടയൽപക്കമായോ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായോ കലഹമോ അഭിപ്രായ വ്യത്യാസമോ ഒക്കെ ഉണ്ടാകാം. അത് മനോവിഷമത്തിന് ഇടയാക്കും എന്ന് കാണുന്നുണ്ട്. അതുപോലെ മുഖരോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വെറുതെ തന്നെ ഒരു ആശങ്ക ഉളവാക്കുന്ന ഒരു അവസ്ഥ, എപ്പോഴും മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയം, ആകാംക്ഷ ഇതൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ട്. എന്നാൽ അത് പ്രത്യേകിച്ചും ഈ രാഹു 8-ൽ നിൽക്കുന്നത് കൊണ്ട് അത് ഉണ്ട്. അപ്പോൾ ആഴ്ചയുടെ ദിവസങ്ങളിൽ ചന്ദ്രൻ്റെ ചില നിലപാടുകൾ വച്ചിട്ട് വരുമ്പോൾ അത് ചിലപ്പോൾ ചിലർക്ക് വർദ്ധിക്കാനിട കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഗ്രഹനിലയിൽ അവർക്ക് മനസ്സിൻ്റെ കാരകൻ മോശപ്പെട്ട അവസ്ഥയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും നിസാര കാരണം മതി അവർക്ക് വഴക്കുണ്ടാക്കാനും നിസാര കാരണം മതി ദുഃഖമുണ്ടാകാനുമൊക്കെ. അതുകൊണ്ട് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്ക ദിവസം ആളുകളോട് ഇടപഴകുമ്പോഴും അതുപോലെ വർത്തമാനം പറയുമ്പോഴും വളരെ കരുതലുണ്ടായിരിക്കണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് തന്നെ അത് മനോവിഷമത്തിനിടയാകുന്ന തരത്തിൽ ചില പരിവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ആദ്യ ദിവസത്തിന് ശേഷം ഇവർക്ക് വളരെ ഗുണകരമാണ്. സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും മനസ്സിൻ്റെ സന്തോഷം കൊണ്ടോ മറ്റോ ഇവർക്ക് വളരെ ഉത്സാഹത്തോടു കൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായി കാണുന്നു. തറവാട്ട് വീട്ടിൽ നിന്ന് സ്വത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആഭരണങ്ങളോ പണമോ ഒക്കെ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പുതിയ വാഹനം വരാം, അതല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നിവർത്തിക്കാം. വീടിൻ്റെ നിർമ്മാണം ചിലർക്കെങ്കിലും വീണ്ടും ഇടയ്ക്ക് നിന്നുപോയത് വീണ്ടും തുടരാൻ സാധിക്കും. അതല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ വളരെ നവീനമായ, വളരെ സന്തോഷമുളവാക്കുന്ന വാർത്തകൾ കേൾക്കാം. ചിലപ്പോൾ ഇടയ്ക്ക് പണി നിർത്തിയിരുന്നവർക്ക് വീണ്ടും പണി തുടങ്ങാൻ സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള മുടക്കം, സാമ്പത്തിക പരാധീനത മൂലമൊക്കെ വീടുപണിയെ മാറ്റിവെച്ചിരുന്നവർക്ക് അത് വീണ്ടും തുടങ്ങാൻ സാധ്യമാകുന്ന തരത്തിൽ സാമ്പത്തിക ലാഭമുണ്ടാകാം. ഇതൊക്കെ ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ തുടക്ക ദിവസങ്ങളിലാണ്. അവസാന ദിവസങ്ങൾ ഞാൻ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും വീണ്ടും ഒരു മനോവിഷമത്തിന് സാധ്യത ഈ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കാണുന്നു. പ്രത്യേകിച്ചും സന്താനങ്ങളെ ചൊല്ലിയോ അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായി നിവർത്തിക്കാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നതിലുള്ള വിഷമമോ അല്ലെങ്കിൽ തങ്ങൾ പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ ഉണ്ടാകാവുന്ന ഏതെങ്കിലും അപാകതയോ ഇവരെ വിഷമിപ്പിക്കാം. ശാരീരികമായി നോക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഇവർക്ക് ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മുഖരോഗങ്ങൾക്കോ അലർജി അസുഖങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 21 സായാഹ്നം 3:45 കഴിഞ്ഞ് 22, 23 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ ഉള്ളത് വീട് നിർമ്മാണം, അതുപോലെ ആരോഗ്യ സംരക്ഷണം, മക്കളുടെ സന്താനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം,
സ്വന്തം, അതായത് ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംരക്ഷണം, അവരുടെ ഉദ്യോഗത്തിന് വേണ്ടിയുള്ള പ്രമോഷന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പണം, ഇതെല്ലാം തന്നെ ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന ആഴ്ചകളിലോ ചിലപ്പോൾ ചിലവഴിക്കേണ്ടി വന്നേക്കാമെന്ന് കാണുന്നുണ്ട്. പണം വരുമെങ്കിലും അതിനെല്ലാം കൃത്യമായ ചിലവുണ്ടാകുന്നു. ഞാൻ ഈ പറഞ്ഞ പ്രവർത്തനങ്ങളൊക്കെ, അതായത് സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യ സംരക്ഷണം, അവരുടെ മറ്റ് ആവശ്യങ്ങൾ, വീട് നിർമ്മാണങ്ങൾ, അതുപോലെ തന്നെ അത്യന്താപേക്ഷിതമായി വലിയ ചിലവ് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നിർവഹിക്കേണ്ടത് ഉണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ പണം വന്നാലും അതൊക്കെ തന്നെയും അല്ലെങ്കിൽ കടം വാങ്ങിച്ചും കൂടുതലായിട്ട് ഇവർക്ക് പ്രവർത്തിക്കേണ്ടി വരുമെന്ന് കാണുന്നു. എന്നാൽ ഈ ആഴ്ചയുടെ തുടക്ക ദിവസം ഇവർക്ക് വളരെ ഗുണകരമാണ്. പുതിയ ചില സംരംഭകർ ഇവരെ തേടി എത്തുന്നുണ്ട്. അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി സുഗമമായി മുന്നോട്ട് പോകത്തക്കവണ്ണമുള്ള ചില പദ്ധതികൾ ഇവർ ആവിഷ്കരിക്കുന്നതായി കാണുന്നു. അതുപോലെ തന്നെ സമാന്തര ജോലികൾ, അതായത് സാമ്പത്തികം കൂടുതലായി ആർജിക്കാൻ വേണ്ടി ജോലിയോടൊപ്പം തന്നെ ചെയ്യുന്ന സമാന്തര ജോലികൾക്കും ചില നവീനതകൾ, ചില മാറ്റങ്ങൾ വരുത്താൻ ഇവർ ശ്രമിക്കുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ലാഭം ഉണ്ടാകും. എന്നാൽ സാമ്പത്തികമായ ലാഭം ഉണ്ടായാലും അതിന് തക്കവണ്ണമുള്ള ചിലവുണ്ടാകും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരുടെ മാതാവിനോ അല്ലെങ്കിൽ ഇവരുടെ രക്ഷാകർതൃ സ്ഥാനത്തുള്ള വ്യക്തികൾക്കോ ശാരീരികമായ അവശതയോ മറ്റോ ഉണ്ടാകാം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. അതുപോലെ തന്നെ കാൽപാദങ്ങൾ, കാൽമുട്ടുകൾ, ഈ ഉപ്പൂറ്റി മുതലായ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും അവശതയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കണം. അപകട സാധ്യതകൾ കാണുന്നുണ്ട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ. ഈ ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 സായാഹ്നം 3:45 വരെ, ശേഷം 24, 25, 26 ഉച്ചവരെയും ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ സാമ്പത്തികമായ വരവ്. അതിന് തക്കവണ്ണം കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിച്ചിരുന്നുവെങ്കിലും അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റം കാണുന്നു. ഈശ്വരാധീനം, സാമ്പത്തികം വർദ്ധിക്കുന്ന രൂപത്തിലാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. 2ഉം 9ഉം ഭാവാധിപൻ 11-ൽ നിൽക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും 11-ൽ വന്നിരിക്കുന്നു. 2ഉം 9ഉം ഭാവാധിപനായ ശുക്രൻ 11-ൽ വരുമ്പോൾ തീർച്ചയായിട്ടും വരുമാനത്തിൻ്റെ കാര്യത്തിൽ അപാരമായ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ. അതുപോലെ നേരത്തെ ചെയ്യാൻ ശ്രമിച്ച പല കാര്യങ്ങളും അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളും, ചെയ്യാൻ ശ്രമിച്ചതിന് തടസ്സവും ചെയ്ത കാര്യങ്ങൾ അബദ്ധജടിലവുമായിരുന്നെങ്കിലും ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം കാണുന്നുണ്ട്. അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യുമ്പോൾ ഇവർക്ക് ഭാഗ്യം അനുകൂലമായി വരുന്നു എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. ജീവിത പങ്കാളിക്ക് ശാരീരികമായ അവശതയോ പ്രശ്നമോ വരാം. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതായി വന്നേക്കാം. പിതാവിനും ശാരീരികമായി അത്ര നല്ല അവസ്ഥയല്ല. അതുപോലെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ വിദേശത്തുള്ള ആശ്രിതർ, അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവർക്കും ചിലപ്പോൾ ശാരീരികമായ ചില അവശതകളോ ചില ശസ്ത്രക്രിയയൊക്കെ വിധേയാകേണ്ടി വരികയോ ചെയ്തേക്കാം. എന്നാൽ സ്വന്തം കാര്യത്തിൽ ഈ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സ്വന്തം കാര്യത്തിൽ ധനപരമായ കാര്യത്തിലും പ്രവർത്തന സംബന്ധമായ കാര്യത്തിലും ഗുണമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയുടെ കാര്യത്തിലോ പഠനത്തിൻ്റെ കാര്യത്തിലോ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച നല്ലതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പ്രവൃത്തികളെല്ലാം തന്നെ ഗുണകരമായി കാണുന്നു. തടസ്സങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. ഉദരത്തിന് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങളും കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് ചിലവ് വർദ്ധിച്ചിരിക്കുമെങ്കിലും പിന്നീടുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസത്തിന് ശേഷം സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും, അവസാന ദിവസങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. നല്ല ദിവസങ്ങൾ കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിൽ 21 നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21 സായാഹ്നം 3:45 കഴിഞ്ഞ് 22, 23, ശേഷം 26 ഉച്ച കഴിഞ്ഞ് 27 വരെയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് അപാരമായ ഈശ്വരാധീനം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ കുറേ കാലങ്ങൾ ഇവർക്ക് ദോഷം അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലും ഇതിനു മുമ്പുള്ള വീഡിയോസിലും അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് ഈശ്വരാധീനം അല്പം വർദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി. അതിൽ തന്നെ കർമ്മ പദ്ധതിക്ക്, അവരുടെ പ്രവർത്തന പദ്ധതിക്ക്, ആവിഷ്കാരങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി ഈശ്വരാധീനം വന്നിരിക്കുന്നു. ഇവരെ സഹായിക്കാൻ പലരും മുന്നോട്ട് വരുന്നു. പ്രത്യേകിച്ചും തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ സ്ത്രീ പുരുഷ ഭേദമന്യേ അവർക്ക് അധികാരമുള്ള സ്ത്രീകളിൽ നിന്ന് സഹായമുണ്ടാകുമെന്ന് കാണുന്നു. അതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു. തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ധനപരമായ സഹായത്തോടെയും
സഹകരണമായ സഹായത്തോടു കൂടിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതായി കാണുന്നു. എന്നാൽ ഇവർ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ കുറേ കാലമായി ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളുടെയും നല്ലതിനു വേണ്ടിയൊക്കെ മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്ത ഇവർക്ക് ഇപ്പോൾ അല്പം ശാരീരികമായ അവശത വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അപകട സാധ്യതകൾ കാണുന്നു. ഈ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനായാലും അതിലെ മറ്റു അംഗങ്ങൾക്ക് വേണ്ടി നല്ലത് വരാൻ വേണ്ടി, അവരുടെ കഷ്ടകാലം മാറാൻ വേണ്ടി ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുമ്പോൾ ഇവർക്ക് അപകട സന്ധികളെ തരണം ചെയ്യേണ്ടി വന്നേക്കാം. എല്ല് പൊട്ടുക, അതുപോലെ പേശികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതകൾ ഉണ്ടാവുക, ഭാരമുള്ള വസ്തുക്കളാലോ മൂർച്ചയുള്ള വസ്തുക്കളാലോ മുറിവുകൾ ഉണ്ടാവുക, ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ ഏറ്റവും പ്രധാനം തീ, ഇലക്ട്രിസിറ്റി ഇതിനോടൊക്കെ പെരുമാറുമ്പോഴാണ്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മ മേഖല കുറച്ചുകൂടി ശക്തമായി, അതുപോലെ തന്നെ സന്താനങ്ങളെ ചൊല്ലി ഉണ്ടായിരുന്ന ആശങ്കകൾക്ക് അറുതി വരുന്നു. ശത്രു അല്ലെങ്കിൽ തടസ്സം, ആലസ്യം ഇതൊക്കെ മാറി വരുന്നു. അതുകൊണ്ട് കർമ്മ മേഖല കുറച്ചുകൂടി ശക്തമാകുന്നു. സാമ്പത്തികവും കുറച്ചുകൂടി അനുഗ്രഹമായി വരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21 സായാഹ്നം 3:45 വരെയും 24, 25, 26 ഉച്ചവരെയും ഗുണകരമാണ്. വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനമാണ് വർദ്ധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഭഗവാന്റെയും ഭഗവതിയുടെയും രൂപത്തിൽ, ദേവിയുടെയും ദേവൻ്റെയും രൂപത്തിൽ ഇവർക്ക് വളരെ വലിയ അനുഗ്രഹ കടാക്ഷങ്ങൾ വരുന്നു. മംഗളകർമ്മങ്ങൾ നടക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നിവർത്തിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ ഇവർക്ക് ഇവരുടെ കർമ്മ മേഖല കൂടുതൽ പുഷ്ടി പ്രാപിക്കത്തക്കവണ്ണമുള്ള സാമ്പത്തിക സഹായമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായമോ ലഭിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ മുമ്പ് തേടിയിരുന്നെങ്കിൽ അതിപ്പോൾ സഫലമാകുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നുകിൽ വിദേശത്ത് പോയി അവിടെ ഏതെങ്കിലും ജോലിക്ക് കയറാൻ സാധിക്കും വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ചില കരാർ ജോലികളോ കച്ചവടമോ നടത്താൻ സാധിക്കും. ഏജൻസികൾ എടുത്തെടുത്ത് നടത്താൻ സാധിക്കും. അതുപോലെ സ്വന്തം നാട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അതുപോലും ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ സാധിക്കും. സ്വന്തം നാട്ടിൽ വിദേശ നിക്ഷേപമുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഈ വിദേശത്തോടൊന്നും താല്പര്യമില്ലാത്ത വ്യക്തികൾക്കാണെങ്കിൽ പോലും അവരുടെ കർമ്മ മേഖല കുറച്ചുകൂടി തുറന്നു കിട്ടുന്നതാണ്. വ്യാപാര സംബന്ധമായാലും പ്രവർത്തന സംബന്ധമായാലും തൊഴിൽ സംബന്ധമായാലും മറ്റേതെങ്കിലുമൊക്കെ സ്കില്ലുകൊണ്ട്, കഴിവുകൊണ്ട് ജീവിക്കുന്നവരായാലും അവരുടെ കർമ്മ മേഖല കുറച്ചുകൂടി അനുഗ്രഹീതമാക്കപ്പെടുകയാണ്. മാതാവിൻ്റെ അവശതകൾക്ക് കുറച്ച് കുറവ് വരുന്നുണ്ട്. സന്താനങ്ങളെ ചൊല്ലി ഉണ്ടായിരുന്ന വൈഷമ്യങ്ങൾക്കും കുറച്ച് കുറവ് വരുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മംഗളകരമായ മറ്റു കാര്യങ്ങളിലും അനുകൂലമായ അവസ്ഥ ഉണ്ടാകുമെങ്കിലും നിലവിൽ ദാമ്പത്യം നടത്തുന്ന ചിലർക്ക് ചില ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ കലഹങ്ങൾ, സൗന്ദര്യപ്പിണക്കങ്ങൾ, വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ, ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ, പ്രത്യേകിച്ചും പുരുഷ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളികൾക്ക് ഗർഭാശയ സംബന്ധമായോ മറ്റോ ചില ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വരുന്നു എന്ന് കാണാം. അതുപോലെ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് അവർക്ക് വേണമെങ്കിൽ ഈ ലോവർ അബ്ഡമിൻ, ജെനിറ്റൽ ഓർഗൻസ് ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ രോഗാവശതകൾ ഉണ്ടാകാം, അപകട സാധ്യതകൾ ഉണ്ടാകാം. ചിലപ്പോൾ ശസ്ത്രക്രിയ നേരിടേണ്ടി വരുന്നതായും കാണാം. സഹോദരങ്ങളുമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായി ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അവരുടെ ആരോഗ്യത്തിന് ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് ഉദര സംബന്ധമായ അസുഖങ്ങൾ. വൃശ്ചികക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 സായാഹ്നം 3, 21, 22, 23, 26 ഉച്ച കഴിഞ്ഞ് 27 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം. ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ 7-ൽ വ്യാഴം സഞ്ചരിച്ചിരുന്നപ്പോൾ പോലും ഈ കണ്ടകശനിയുടെ ദോഷവശങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വന്നു എന്ന് ഈ ധനുക്കൂറിൽപ്പെട്ട പല നക്ഷത്രക്കാരും പറഞ്ഞിരുന്നു. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. കാരണം ശനി 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് 10ലേക്ക് നോക്കുന്നത് വഴി അവരുടെ പ്രവർത്തന രംഗത്ത് തടസ്സമോ പ്രശ്നങ്ങളോ ഒക്കെ പലവട്ടം വന്നിട്ടുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിലാണ് പോയിരിക്കുന്നത്. അഷ്ടമ വ്യാഴം ദുഷ്ടത്തരമേ ചെയ്യൂ എന്നൊക്കെയാണ് പലരും പറയുന്നത്. എന്നാൽ അനവസരത്തിൽ സഹായിക്കാൻ, അപ്രതീക്ഷിതമായി സഹായിക്കാൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥനായി ഉച്ചബലത്തോടുകൂടി നിൽക്കുന്ന വ്യാഴത്തിന് സാധിക്കും. മാത്രമല്ല ശുക്രൻ്റെ 8ലെ നിലയും ഗുണകരമാണ്. ഇവർക്ക് സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം,
പ്രവർത്തനങ്ങളിൽ വിജയമെന്ന് പറയുമ്പോൾ അതുവരെ തടസ്സമോ പ്രശ്നങ്ങളോ മൂലം ഒരു ലാഭവും ഒരു ഗുണവും ഇല്ലാതിരുന്ന മേഖലയിൽ ഇവർക്ക് ഗുണം കിട്ടും. മാത്രമല്ല, വ്യാഴത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം കർക്കിടകത്തിൽ നിന്നുകൊണ്ട് മീനം രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പോകുന്നുണ്ട്. 5, 7, 9 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഈ 9ലെ ദൃഷ്ടി ശനിയുടെ ദോഷത്തെ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ പ്രവർത്തന മേഖലയിലുണ്ടായിരുന്ന തടസ്സങ്ങൾക്ക് മാറ്റം വരും. അതുപോലെ കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സാമ്പത്തികമായ ലാഭം, പ്രവർത്തനങ്ങളിൽ വിജയം, മനസ്സിന് ശക്തി, അതുപോലെ തന്നെ ആശങ്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ആ ആശങ്കകളൊക്കെ വിട്ടുമാറി വളരെ തെളിഞ്ഞ ഒരവസ്ഥയിൽ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ഇവർക്ക് സാധിക്കുന്നു. ഏറ്റവും പ്രധാനം, ഇവരെക്കുറിച്ച് മേലധികാരികളും സഹപ്രവർത്തകർക്കും ഉണ്ടായിരുന്ന ഒരു താഴ്ന്ന മനോഭാവം, അല്ലെങ്കിൽ ഇവരെ ഇടിച്ചു കാണുന്ന ഒരവസ്ഥ, അതിനൊരു മാറ്റം വരുന്നു. പ്രവർത്തന രംഗത്ത് അവർക്ക് വിമർശനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നു. പരിഹാസങ്ങളെ എതിർത്തുകൊണ്ട് വിജയശ്രീ ലാളിതരാവാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നന്നായി ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഗുണം കിട്ടുമെന്നുള്ള മട്ടിൽ ഒരവസ്ഥ ഇവർക്ക് കൈവരുന്നതായി കാണുന്നു. എന്നാൽ പിതാവിന് ശാരീരികമായ അവശതയോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അതുപോലെ ഈ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ സ്ഥിരതാമസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാം. ഇതിനൊക്കെ മാറ്റമുണ്ടാകും തീർച്ചയായും. എന്നാൽ തൽക്കാലം അതിൽ കുറച്ച് കാലതാമസം വരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ ഇവരുടെ മാതാവിനും പിതാവിനും ഒരുപോലെ കുറച്ച് അവശതകൾ കാണുന്നു. അല്ലെങ്കിൽ മാതൃകുടുംബത്തിനോ പിതൃകുടുംബത്തിനോ അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്ത് വർത്തിക്കുന്നവരോ ആയ വ്യക്തികൾക്ക് ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, 23, 24, 25, 26 ഉച്ചവരെയും ഇവർക്ക് ഗുണകരമാണ്. പ്രവർത്തന സംബന്ധമായ ഗുണവും ധനപരമായ നേട്ടവുമാണ് പ്രധാനം. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് അങ്ങേയറ്റത്തെ വിജയമുണ്ടാകാൻ സാധിക്കുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പാകുന്നു. കുറേ നാളായി സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ, യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്നു. ഇവർക്ക് സാമ്പത്തികമായ ലാഭമുണ്ടാക്കുന്നു. ധാരാളം യാത്ര ചെയ്യേണ്ടി വരുന്നു. വിദേശവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വദേശവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരുന്നു. യാത്രകൾക്കെല്ലാം വളരെ വിജയം കാണുന്നുണ്ട്. ഭാഗ്യവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നുണ്ട്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. അതുപോലെ പ്രണയിക്കുന്നവർക്കുമൊക്കെ ഗുണമുള്ള അവസ്ഥ കാണുന്നുണ്ട്. എന്നാൽ ഈ പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും കാര്യം പ്രണയിച്ചിട്ട് അവർ തമ്മിൽ ചിലപ്പോൾ ജീവിതത്തിൽ ഒരുമിക്കാം. അതല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യത്തിൽ തീരുമാനമുണ്ടാവാം. എന്നാൽ അതുകൊണ്ട് തന്നെ കലഹമില്ലാത്തതോ സമാധാനമില്ലാത്തതോ ആയ ഒരു അന്തരീക്ഷം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സ്വന്തം ഭവനത്തിൽ നിന്ന് കലഹത്തിൻ്റെ കാരണത്താൽ തന്നെ മാറി നിൽക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ജോലി സംബന്ധമായ തിരക്ക് കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ, ദാമ്പത്യ ജീവിതത്തിലെ കാര്യങ്ങൾ വേണ്ടത്ര നോക്കാൻ സാധിച്ചില്ല എന്നൊക്കെ വരാം. എന്നാൽ പണത്തിൻ്റെ കാര്യത്തിലും ജോലിയിൽ ഉണ്ടാകുന്ന മികവിൻ്റെയും അതുവഴി ലഭിക്കുന്ന സംതൃപ്തിയുടെയും കാര്യത്തിൽ ദോഷമൊന്നും മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനത്തുള്ളവർക്ക് ശാരീരികമായ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഈ ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ ഈ ഉദരത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും ഇടയ്ക്കുള്ള ഭാഗത്തൊക്കെ എന്തെങ്കിലും അസ്ഥിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നു. പിന്നെ ത്വക്ക് സംബന്ധമായും ദോഷമുണ്ടാകാം. പ്രധാനമായും അലർജി അസുഖങ്ങളാണ് ത്വക്ക് സംബന്ധമായിട്ട് ഇവർക്കുണ്ടാകാനുള്ള സാധ്യത. നേരത്തെ തന്നെ സൈനസൈറ്റിസോ മറ്റു ജലജന്യ അസുഖങ്ങളോ ഉള്ളവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഈ ആഴ്ചയിൽ അത് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിലാണ് അത് പ്രധാനമായി കാണുന്നത്. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് മുടക്കം കൂടാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ശത്രുസ്ഥാനത്ത് നിന്നിരുന്നവർ, അല്ലെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പാരവയ്ക്കുകയോ ഇവരുടെ പ്രവർത്തനങ്ങളിൽ മറ്റു തടസ്സങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒന്നുകിൽ സ്വമനസാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്താൽ ഒക്കെ വഴങ്ങി മാറേണ്ടി വരുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തന രംഗത്ത് കുറച്ചുകൂടി സുഗമമായ വഴി തെളിഞ്ഞു കാണുന്നു കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്.
കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ പണത്തിന് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ കാലത്തെ കടങ്ങൾ വീട്ടുവാനോ അല്ലെങ്കിൽ ഇപ്പോഴും സാമ്പത്തികം ക്രമീകരിക്കുന്ന കാര്യത്തിലുള്ള പോരായ്മ കൊണ്ടോ ഇവർക്ക് പണം കയ്യിൽ നിൽക്കണമെന്നില്ല. അതുപോലെ ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഇപ്പോഴും ഈ കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖേന എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. ദോഷങ്ങളെന്ന് പറയുമ്പോൾ അപഖ്യാതി അല്ലെങ്കിൽ മാനനഷ്ടം, സ്വന്തം പ്രവർത്തനത്തിൽ നിന്ന് അവർക്ക് പിന്മാറേണ്ടി വരുന്ന അവസ്ഥ, ഏതെങ്കിലും വിധത്തിലുള്ള കോടതി കയറ്റമോ വ്യവഹാര സംബന്ധമായ പോലീസ് സ്റ്റേഷൻ സംഭവങ്ങളോ ഒക്കെ വരാം. അതുകൊണ്ട് സ്ത്രീകളോട് ഇടപഴകുമ്പോൾ പൊതുവേ ഇവർ അങ്ങേയറ്റത്തെ കരുതൽ പാലിക്കണം എന്ന് തന്നെ പറയുന്നു. അനവസരത്തിലുണ്ടാകുന്നൊരു വാക്കോ നോട്ടമോ പ്രവൃത്തിയോ ഒക്കെ തന്നെ ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും അത് അവരുടെ കർമ്മത്തെ നെഗറ്റീവായി സ്വാധീനിക്കാനുള്ള അവസ്ഥയും കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിറവേറ്റപ്പെടുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ചിലപ്പോൾ അത് ലോട്ടറി അടിക്കുന്ന രൂപത്തിലാവാം. അതുമല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി ഇവർക്ക് ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന പണം അന്ന് കിട്ടാതിരിക്കുകയും ഇപ്പോൾ അത് ഒരുമിച്ച് കിട്ടുകയും ചെയ്യാം. ചിലപ്പോൾ മറ്റു ചില കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വായ്പയ്ക്ക് അപേക്ഷിച്ചിരുന്നെങ്കിൽ അത് അനുവദിച്ച് കിട്ടുന്ന അവസ്ഥയും കാണുന്നു. ഇൻഷുറൻസ് പണം ഉൾപ്പെടെയുള്ളതൊക്കെ കിട്ടാനുള്ള സാധ്യത കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നു. മുഖം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഷോൾഡർ, തലയുടെ പിൻഭാഗം, തോളല്, തലയുടെ പിൻഭാഗം, ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ശാരീരികമായ അവശതയോ വാതസംബന്ധമായ അസുഖം വർദ്ധിക്കാനോ സാധ്യതയുണ്ട്. ഈ ആഴ്ചയിൽ കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21 സായാഹ്നം 3:45 വരെയും ശേഷം 26 ഉച്ചകഴിഞ്ഞ് 27 താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഭാഗ്യം വളരെയധികം അനുഗ്രഹാവസ്ഥയിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണമുണ്ട്. കലാപരമായ കഴിവുകളോ സ്വന്തം സ്കില്ലോ ഉപയോഗിച്ച് ഇവർക്ക് ഇവരുടെ പ്രവർത്തന രംഗം വളരെയധികം സജീവമാക്കാൻ സാധിക്കുന്ന ഒരാഴ്ചയാണ്. അതിന് തക്കവണ്ണമുള്ള ഈശ്വരാധീനവുമുണ്ട്. വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതായി കാണുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ആഗ്രഹിച്ച വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയോ ചെയ്യുന്നു. സന്താനങ്ങളുടെ മംഗളകർമ്മങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു, അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. അവരുടെ ജോലി കാര്യങ്ങളിലും അനുകൂലമായ തീരുമാനമുണ്ടാകുന്നു. അതൊന്നുമല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ പൂർണ്ണ വിജയം കിട്ടുന്നതിൻ്റെ സംതൃപ്തി ആഘോഷിക്കാൻ സാധിക്കുന്നു മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്. വരുമാന വർധന ഒരു പ്രധാന വിഷയമാണ്. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില കർമ്മങ്ങളിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കുന്നു. സ്വന്തം നാട്ടിൽ പോലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതായി കാണുന്നു. വരുമാനത്തിൽ വർധനവുണ്ടാകുന്നു. അതുപോലെ ഇപ്പോഴും ഇവർ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം ഒളിഞ്ഞും അല്ലെങ്കിൽ തെളിഞ്ഞുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ശ്രമിക്കുന്നവരുണ്ട് എന്ന് കരുതുക. അധികാരവർഗത്തോട് ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ചിലരൊക്കെ അതിന് ശ്രമിച്ചേക്കാം. അതുകൊണ്ട് എല്ലാ വശങ്ങളും അടച്ചുകൊണ്ട്, പഴുതുകളെല്ലാം അടച്ചുകൊണ്ട് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മനോഭാവം മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പുലർത്തേണ്ടതുണ്ട് എന്ന് കരുതുക. ചിലവ് വർദ്ധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കെങ്കിലും അപാരമായ ആശങ്കകൾ, മരണഭയം ഉൾപ്പെടെയുള്ള അവസ്ഥകൾ ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാം. പക്ഷേ അതിനൊക്കെ പരിഹാരമുണ്ടാവും. ഈശ്വരാധീനം ഇവർക്ക് തീർച്ചയായും വ്യാഴത്തിൻ്റെയും അതുപോലെ ശുക്രൻ്റെയും രൂപത്തിൽ വന്നിട്ടുണ്ട്. ദേവൻ്റെയും ദേവിയുടെയും അനുഗ്രഹം കൃത്യമായി കിട്ടുന്നുണ്ട്. വരവ് വർദ്ധിക്കുകയും ചിലവും വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നൊരവസ്ഥയും കാണുന്നുണ്ട്. അതുപോലെ ത്വക്ക് സംബന്ധമായ അസുഖമോ അലർജി അസുഖങ്ങളോ ഇവരെയും അലട്ടാം. അകാരണമായ ഭയം വല്ലാത്ത രീതിയിൽ ഇവരെ ഭീതിയിലാഴ്ത്തും എന്ന് കാണുന്നു. അതുകൊണ്ട് മാനസികമായ ഭയം നേടിയെടുക്കാൻ ഉള്ള പ്രാർത്ഥനകളും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ തന്നെ, ജപാദികളെല്ലാം തന്നെ ഇവർ നടത്തണം എന്നാണ് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയാനുള്ളത്. മീനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 23 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ടതാണ്. ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ വളരെ അപ്രതീക്ഷിതമായി ഇവർക്ക് കുറേ ധനസഹായം വരും. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ പിതാവിനത്ര നല്ലതല്ല എന്നും കാണുന്നുണ്ട്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരത്തിന്. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ശാസ്താവിൻ്റെ അമ്പലത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക. കടുംപായസം കഴിപ്പിക്കാം. കറുത്ത വസ്ത്രമോ നീലവസ്ത്രമോ അവിടെ സമർപ്പിക്കാം. കറുത്ത വസ്ത്രം, നീലവസ്ത്രം ഉടുക്കുന്നതും ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ജീവിക്കുന്നതും വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ കാക്കയ്ക്കിടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കളെ ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക. ഏറ്റവും കഷ്ടപ്പെടുന്ന വ്യക്തിയെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുക. ഓം ശ്രീ നാരായണായ
ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. മഹാവിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വ്യാഴാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി മത്സ്യമാംസാദികൾ കഴിക്കാതെ മഞ്ഞ വസ്ത്രം ഉടുക്കുന്നതും അതുപോലെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും വിഷ്ണുദേവന് സമർപ്പിക്കുന്നതും വ്യാഴദോഷ പരിഹാരത്തിന് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ നാഗദോഷ പരിഹാരത്തിന്, പുത്രലബ്ധിക്കും മറ്റു തടസ്സങ്ങൾ മാറുന്നതിനും വിശേഷ ബുദ്ധിയുടെ കാര്യത്തിനുമൊക്കെ രാഹുവിൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് തന്നെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക. നാഗദോഷ പരിഹാരങ്ങൾക്കായി നാഗദൈവങ്ങൾക്ക് 100 പാലും അർപ്പിക്കുക. ഗണപതിയെ പ്രാർത്ഥിക്കുക. കേതുദോഷ പരിഹാരത്തിന് ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കാം. കറുകമാല അർപ്പിക്കുക ഗണപതിക്ക്. നാളികേരം ഉടയ്ക്കുക. അതുപോലെ ഉണ്ണിയപ്പ നിവേദ്യം നടത്തുക. എല്ലാവർക്കും ഐശ്വര്യസമൃദ്ധമായ ഒരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.